തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു വികാരം എനിക്ക് തോന്നുന്നത് അതേപടി ഈ വിഷയം ഈ അയ്യപ്പ മോഷണം നിയമസഭയിൽ ഉണ്ടായില്ലെന്ന് തോന്നുന്നു. സാധാരണ ശ്രദ്ധിച്ചു. അങ്ങനെ പറയാൻ പറ്റില്ല. ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോന്നും പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതില്ല. എല്ലാം കൂടി ചേർന്ന ഒരു കളക്റ്റീവ് കോൺഷ്യൻസ് എന്നൊരു സാധനമുണ്ട്. അത് നമ്മുടെ എല്ലാവരും മനസ്സിലുണ്ട്. എന്തുകൊണ്ട് ഈ സർക്കാർ പോകണം, ഈ സർക്കാർ പോയേ തീരൂ എന്ന ഒരു ചിന്താഗതി. അത് BJP-കാരുടെ ഇടയിലുണ്ട്, ലീഗുകാരുടെ ഇടയിലുണ്ട്, കോൺഗ്രസ്സുകാരുടെ ഇടയിലുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷക്കാരുടെ ഇടയിലുണ്ട്. ഇടതുപക്ഷക്കാരുടെ ഇടതുപക്ഷം എന്ന് വെച്ചാൽ ഇതുകൊണ്ട് വിറ്റ് ഊണ് കഴിക്കുന്നവരുടെ കാര്യം എല്ലാം പറഞ്ഞു മനസ്സിലായി. ശരിക്കും യഥാർത്ഥ ഇടതുപക്ഷക്കാർ അവരാണ് ഏറ്റവും നിരാശരായിട്ടുള്ളത്. അവരാണ് ഏറ്റവും മോഹഭംഗം ഉണ്ടായിട്ടുള്ളത്. അവർ കണ്ടല്ല കമ്മ്യൂണിസ്റ്റും ഇതല്ല. ഇപ്പം നയനാരെ പോലെ നമ്മൾ മിക്കവരും നയനാരെ കണ്ടിട്ടുണ്ട്, അച്യുതാനന്ദനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കണ്ടല്ലേ ആ സ്ഥാനത്തേക്ക് ഇതുപോലെ കൊള്ളക്കാരുടെ ഒരു സംഘം വരികയാണ്. ഈ കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനൊക്കെ പുറത്ത് വരുന്നത് പോലും ആ ഒരു ഫീലിന്റെ ഭാഗമാണ്. അതെ, അതാണ് ഇതിന് അവസാനത്തെ ആണി എന്ന് പറയുന്നത്. കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദ്, സുധാകരൻ, സുധാകരൻ, ഐഷ പോറ്റി, ഇവരൊക്കെ പുറത്തു വരും. ഈ പുറത്തു വരുന്നവരൊക്കെ സംശുദ്ധമായ പ്രതിച്ഛായുള്ളവർ. അവർ ആർക്ക് നേരം വിരൽ ചൂണ്ടുന്നു അവരൊക്കെ കളങ്കിതരായിട്ടുള്ള ആളുകളുണ്ട്. അതാണ് വ്യത്യാസം. ഇപ്പോൾ PK ശശി ഒഴിച്ച് അത് മാത്രം അത് തോന്നില്ല. CPM കോൺഗ്രസ് അയാളെ കോൺഗ്രസ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ ഈ തോൽപ്പിക്കേണ്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഞാൻ കണ്ടിരുന്നു. അത് ന്യായമല്ലേ? അത് ന്യായമാണ്. ഒരിക്കലും കോൺഗ്രസ് അത് ഒഴിക്കെ ബാക്കിയെല്ലാം കറക്റ്റ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് സർക്കാരിനോട് എതിർപ്പുണ്ടായിരുന്നു. ഞാൻ ഈ ജോയി മാത്യുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തിനാ ഇത്രയും നിങ്ങൾക്ക് വിരോധം? എനിക്ക് എൻ്റെ അനുഭവം കൂടെ ജോയി മാത്യുവിന് ഒറ്റ കാര്യമുള്ളൂ, നക്സൽ എന്ന് പറഞ്ഞ് പാവപ്പെട്ട 7 പേര് മാവോയിസ്റ്റുകൾ. പുള്ളി പറഞ്ഞ അവർ മാവോയിസ്റ്റുകളാണെന്ന് ഒരു ഉറപ്പില്ല. അതെ, ഒരു ഉറപ്പില്ല. 2 പേര് സ്ത്രീകളാണ്. 2 സ്ത്രീകളാണ്. ആ ഒരൊറ്റ കാരണമാണ് അദ്ദേഹം എന്നോട് എന്നെ പ്രതിഷേധിച്ചു. കാരണം ഞാൻ ഈ അവസാനം ഈ തോപ്പിക്കേണ്ട കാരണങ്ങൾ 20 പറഞ്ഞില്ല, അതിൻ്റെ അത് ഉൾപ്പെടാത്തതിൽ പ്രതിഷേധം. ഇത്തരത്തിൽ ഓരോരുത്തർക്കും ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, അതുണ്ടാവും. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വെച്ചാൽ ഈ ഇടതുപക്ഷ സംവിധാനത്തിലുണ്ടായിട്ടുള്ള ഭയങ്കരമായ മൂല്യശോഷണം അത് നാൾതോറും അതിൻ്റെ രൂക്ഷത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഒരു വലിയ പാർലമെന്ററി അവസരവാദത്തിന്റെ ചെളിക്കുഴിയിൽ ആണ്ടുപോവുകയാണ്. അതേ സമയത്ത് പാർട്ടിയുമായി യോജിച്ച് നിൽക്കുന്നവർക്കൊക്കെ ഈ അപ്പകഷ്ണങ്ങൾ ഒരു ചെറിയ തോതിലാണെങ്കിലും വിതരണം കിട്ടുന്നുണ്ട്. സരിത അത് അങ്ങനെ ആളോട് പറഞ്ഞത്. സരിതയുടെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നു. പാർട്ടിയുടെ പോളിസി എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി കൊടുത്താൽ ആ ഒരു വീട്ടിലെ വോട്ട് മുഴുവൻ കിട്ടുന്നതാണ്. ഇത്തരത്തിലൊരു അതിനെ കൈക്കൂലി മേടിക്കാൻ വേണ്ടി സരിത കോൺടാക്ട് ചെയ്തത്. ഇവരറിയാതെ മറ്റൊരു സംഭവമുണ്ട്. എൻ്റെ ഒരു വ്യക്തിയുടെ അനുഭവം. അതായത് ഞാൻ നന്തൻകോട് വഴി കടന്നു പോകുന്ന ആളാണ്. അനേകം തവണ എനിക്ക് ഈ പിണറായി കടന്നു പോകുന്നത് കൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതെനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധാർമ്മിക രോഷം. ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പിണറായിയുടെ വാഹന വ്യൂഹം പോകാൻ വേണ്ടി കാത്തു നിന്നവരൊക്കെ CPM-നെതിരായിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷയമുണ്ട്. സ്വാഭാവികമായിട്ടുണ്ടോ? അല്ലേ? അതെ.